ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത ആഴ്ച വരാനിരിക്കുന്ന കുടുംബവിളക്കിലെ പ്രൊമോയിലേക്ക് സ്വാഗതം. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, സുമിത്രയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവസാനം കൊച്ചുമകളെ കണ്ടെത്തി സുമിത്ര. കുടുംബവിളക്ക് നിർണായക വഴിത്തിരിവിലേക്ക്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച കാണാനിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സുമിത്രയും പൂജയും രഞ്ജിതയുടെ വീട്ടിൽ പോയി വരികയായിരുന്നു. എന്നാൽ ഇനി വരുന്ന ആഴ്ചയിൽ നടക്കാൻ പോകുന്നത് സുമിത്ര തൻ്റെ രക്തബന്ധങ്ങളെ കണ്ടെത്തുന്നതും മറ്റുമാണ്. അപ്പുവിനെ പൂജയെ അപ്പുവിനും ഇഷ്ടമാണ്. പക്ഷേ പൂജ കരുതുന്നത് അപ്പു വേറെയൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നെന്നാണ്. അതിനാൽ അപ്പുവിനോടുള്ള ദേഷ്യത്തിൽ പങ്കജിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോവാൻ ഒരുങ്ങുകയാണ് പൂജ. എന്നാൽ അപ്പു വേറെ പെൺകുട്ടിയുമായി പ്രണയത്തിലല്ലെന്ന് പൂജ മനസ്സിലാക്കുന്നു. പിന്നീട് കാണുന്നത് സുമിത്രയും പൂജയും കൂടി വാടക വീട്ടിലേക്ക് താമസം മാറുന്നതാണ്. അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം സുമിത്ര വാടക വീട്ടിലേക്ക് മാറുകയാണ്. വാടക വീട്ടിലെത്തിയ സുമിത്രയെ സഹായിക്കാൻ എന്തിനും സീമ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം സുമിത്ര എല്ലാം നഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കൂടാതെ പൂജയുടെ ജോലിയും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് സുമിത്ര അടുത്തുള്ള സ്കൂളിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവിടെ എത്തിയ സുമിത്രയുമായി മിടുക്കിയായ പെൺകുട്ടി വന്ന് പലതും സംസാരിക്കുന്നു. അങ്ങനെ സുമിത്രയുമായി സ്വരമോൾ വലിയ അടുപ്പത്തിലാവുന്നു. തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് സുമിത്രയ്ക്ക് അറിയുന്നില്ല. ഒരു ദിവസം സ്വരമോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സുമിത്രയെ കാണുന്നത്. സുമിത്ര മോളെ കണ്ടപ്പോൾ അടുത്തു പോയിരുന്നു. ആൻറ്റി, ഭക്ഷണം വായിൽ വച്ചു തരാമോ എന്ന് പറഞ്ഞ് ഭക്ഷണം നൽകുകയായിരുന്നു. അങ്ങനെ രസകരമായ എപ്പിസോഡൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബവിളക്കിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയൊരു കുടുംബവിളക്കിലെ വിശേഷവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും ബായ്.